ഇന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് സ്റ്റീൽ ഫ്രണ്ട് ഡോർ ഫ്രെയിംസിനെ പറ്റിയാണ്. ഇത് ടാറ്റ GI ഷീറ്റ് 16 ഗേജ് 120 GSM ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് ചുമരിനോട് ചേർന്ന് നിൽക്കുന്ന തിക്നെസ് 9 ഇഞ്ചാണ്. ഫ്രണ്ടിൽ ഉള്ള ഭാഗം 4 ഇഞ്ച് തിക്നെസ് ആണ് വരുന്നത്. എന്നാൽ നമുക്ക് വേറെ ഡോർ സൈസ് അവൈലബിൾ ആണ്. ഇത് വരുന്നത് 6 ഇഞ്ച് തിക്നെസ് ആണ്. ഫ്രണ്ടിൽ 4 ഇഞ്ച് തിക്നെസ് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 5900. ഇത് 6.4 ആണ്. 9 ഇഞ്ച് 4 ഇഞ്ച് തിക്നെസ് വരുന്ന ഫ്രണ്ട് ഡോറിന് പ്രൈസ് വരുന്നത് 6900 രൂപയാണ്. മെയിൻ ഡോർസിൽ നമ്മൾക്ക് 4 സൈസിൽ അവൈലബിൾ ആണ്. 5, 3, 6, 4, 8, 4, 9, 4. ഇതേ 4 സൈസുകളിൽ തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ മൺചാരി വെക്കാനും മൺചാരി വെക്കാത്തതും അതുപോലെ തന്നെ ഫിക്സ്ഡ് മൺചാരിയുള്ള മോഡലുകളും ഒക്കെ അവൈലബിൾ ആണ്. 6 ഇഞ്ച് തിക്നെസ് 4 ഇഞ്ച് തിക്നെസ് തന്നെയാണ് ഈ ഡോർ ഫ്രെയിം വരുന്നത്. ഈ 4 ഇഞ്ച് കൂടാതെ എക്സ്ട്രാ മൺചാരി കൂടെ ഇതിന് ഫുൾ ലെങ്ത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് പ്രൈസ് വരുന്നത് 7500 രൂപ മാത്രമാണ്. 5, 3 സൈസിലുള്ള ഈ ഡോർ ഫ്രെയിമിന് പ്രൈസ് വരുന്നത് 4000 രൂപയാണ്. സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ മിന്നൽ അഥവാ ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇതിന് ഇൻഡസ്ട്രിയിൽ തന്നെ പോപ്പുലറായിട്ട് ഒരു ട്രെയിനിൻ്റെ എക്സാമ്പിളാണ് പറയാം. നമ്മൾ ഒരു ട്രെയിനിലിരിക്കുമ്പോൾ ആ ട്രെയിൻ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് പോകുന്നത് മെറ്റൽ ട്രാക്കിലൂടെയാണ്. അതിന് മെറ്റൽ ടയറുകളാണ്. അതിലിരിക്കുന്ന ഒരു പാസഞ്ചറിന് ഷോക്ക് അടിക്കാറുണ്ടോ? ഇല്ലല്ലോ. അതെന്തുകൊണ്ടാണ്? ഈ മിന്നൽ വന്നാൽ തന്നെ ട്രെയിനിൻ്റെ സർഫസിലൂടെ അത് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കൊണ്ടാണ്. നമ്മളുടെ വീടുകളിലും നമ്മളുടെ നാടുകളിൽ പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്നതാണ് ഇരുമ്പിൻ്റെ ഗ്രില്ലും ഇരുമ്പിൻ്റെ ഫ്രണ്ടിലുള്ള ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് മുതലേ കാണുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഷോക്ക് അടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പ്രോപ്പറായിട്ട് എർത്ത് ചെയ്തൊരു വീടാണെങ്കിൽ ഏത് രീതിയിലുള്ള മിന്നലടിച്ചാലും അത് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോവും. നമ്മളുടെ ഇരുമ്പിൻ്റെ ഡോറുകളിൽ നിന്ന് നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും.